ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ SSC CGL 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്, ABCD എന്ന് പറയുന്ന ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. അതിൻ്റെ ഡയഗണൽസ് P എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. ABയും BC ഈക്വലാണ്. ആംഗിൾ DBC 70 ആണ്. ആംഗിൾ BAC 30 ആണ്. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് PCD ആണ്. ഓക്കെ, അപ്പോൾ ഞാനായിട്ട് ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോൾ സർക്കിളിനകത്ത് ഒരു ക്വാഡ്രിലാറ്ററൽ, അതാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഞാനൊരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുകയെന്ന് വിചാരിക്കുക. 4 സൈഡുള്ളൊരു സൈഡ്, ഇതിൻ്റെ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന കേസ് പറയുന്നുണ്ട്. സോ ഞാൻ ഡയഗണൽസ് വരയ്ക്കുന്നു. ഇനി അവർ തന്നിട്ടുള്ളത് ABCD, ഇതാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ പേര്. ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് P ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ DBC പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ DBC എത്രയാണ്? 30 എന്ന് പറഞ്ഞിട്ടുണ്ട്. 70 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു കോഡ് അല്ലെങ്കിൽ ഒരേ പോയിന്റിൽ എൻഡ് ചെയ്യുന്ന 2 ലൈനുകൾ, ഒരു കോഡ് സർക്കിളുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതിപ്പോൾ DC എന്ന് പറയുന്ന കോഡ് സർക്കിളുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 70. സോ ഇതേ DC തന്നെ സർക്കിളുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ഒരു ആംഗിൾ എന്ന് പറയുന്ന എത്ര വരും? 70 എന്ന് പറഞ്ഞു വരും. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി അടുത്ത പറയുന്നുണ്ട് ആംഗിൾ BAC 30 എന്ന് പറയുന്നുണ്ട്. ആംഗിൾ BAC 30 എന്ന് പറയുന്നുണ്ട്. അത് ഈ ഒരു ആംഗിൾ 30 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ഇതും ഈക്വൽ ആണെന്നും പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് PCD ആണ്. PCD ഈ ഒരു ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്, PCD. ഓക്കെ, അപ്പോൾ ഇത് 30 ആണ് തന്നിട്ടുണ്ടല്ലോ. ഇനി അത് 30 ആണെങ്കിൽ ഇതും എനിക്ക് 30 എന്ന് പറയാം. കാരണം എന്താണ്? റീസൺ, ഒരു കോഡ് സർക്കിളുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ഇതും 30 എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ആയിരിക്കും. ഇത് 30 ആണെങ്കിൽ ഇത് എത്ര വരും? 80 വരും. ഇത് 80 വരും. ഇതാണ് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുള്ളത്. ഇതാണ് നമുക്ക് ആദ്യമേ ഇതിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് PCD കണ്ടുപിടിക്കണമെങ്കിൽ ആക്ച്വലി ഈ ഒരു ആംഗിൾ കൂടി കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ PCD കണ്ടുപിടിക്കാം അല്ലേ? കാരണം ആംഗിൾ കുറച്ചാൽ മതിയല്ലോ. ഓക്കെ, ദെൻ നമുക്കിവിടെ തന്നിട്ടുള്ളത് ഇത് 30 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ട്രയാങ്കിൾ ABC എടുത്തു കഴിഞ്ഞാൽ, എടുത്തു കഴിഞ്ഞാൽ ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഇത് 30 ആണെങ്കിൽ ഇതും 30 ആയിരിക്കും. ഓക്കെ, ഇത് 30 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് 30 ആണെങ്കിൽ ഇതിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന ഈ ആംഗിൾ എന്ന് പറയുന്ന ടോട്ടൽ 80 ആണെങ്കിൽ ഇത് എത്ര വരും? 50 എന്ന് പറഞ്ഞു വരും. സോ 50 ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.